ഞങ്ങൾ എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോലീസ് എത്തിയപ്പോഴേക്കും കള്ളന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണോ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത്, അവർ തിരിച്ചറിഞ്ഞു അവർ രണ്ടുപേരും പോയത് ഒരേ ഹൈസ്കൂളിലായിരുന്നു. ഒരുപാട് കഴിച്ചത് കാരണം അവന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. 2010 ആയപ്പോഴേക്കും അവൻ 3 ബുക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഏത് ടെൻസിലാണെന്നറിയാമോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിച്ച് പറയുന്നത്. എന്നാൽ ഈ രണ്ട് ആക്ഷൻസും പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഈ രണ്ട് ആക്ഷനുകളിൽ ആദ്യം കഴിയുന്ന ആക്ഷൻ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയേണ്ടത്. രണ്ടാമത്തെ ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻസിന്റെ കൂടുതൽ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ടും ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻസുകളെ കണക്ട് ചെയ്ത് പറയുന്നതിന് വേണ്ടി, അതുപോലെ പാസ്റ്റിൽ കഴിഞ്ഞ രണ്ട് ആക്ഷനുകളുടെ കാര്യകാരണ ബന്ധം പറയുന്നതിന് വേണ്ടി, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കുട്ടികൾ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയപ്പോഴേക്കും, ആ ടൈം ആയപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ കുട്ടികൾ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം കഴിയുന്ന ആക്ഷൻ. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നു എന്നുള്ളത് നോക്കാം. വെൻ ഐ ഗോട്ട് ഹോം മൈ കിഡ്സ് ഹാഡ് ഓൾറെഡി ഗോൺ ടു ബെഡ്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം ആണ് ഹാഡിന് ശേഷം ആദ്യം കഴിഞ്ഞ കാര്യം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സീക്വൻസിങ് പാസ്റ്റ് ആക്ഷൻസ്, പാസ്റ്റ് ആക്ഷൻസുകളെ സീക്വൻസ് ആയിട്ട് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ ആണ്, അവരിവിടുന്ന് മാറുന്നതിന് മുന്നേ അവർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ 10 വർഷത്തോളം അവരിവിടെ താമസിച്ചിരുന്നു. ദേ ഹാഡ് ലിവ്ഡ് ഫോർ ഇയേഴ്സ് ഓർ ഫോർ 10 years ബിഫോർ ദേ മൂവ്ഡ്. ബിഫോർ ദേ മൂവ്ഡ് എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ അവരിവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന കാര്യം, അതിനുശേഷമാണ് മൂവ് ആവുന്നത്. അതുപോലെ കഴിഞ്ഞു പോയ രണ്ട് ആക്ഷൻസിന്റെ കാര്യകാരണ ബന്ധം പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അവൻ ലേറ്റ് ആയിരുന്നു കാരണം അവന്റെ ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ബസ് മിസ്സാവുക എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന ആക്ഷൻ. അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഹി വാസ് ലേറ്റ് ബിക്കോസ് ഹി ഹാഡ് മിസ്ഡ് ഹിസ് ബസ്. ഗ്രൗണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഫുൾ ഡേ മഴ പെയ്യുന്നുണ്ടായിരുന്നു. രണ്ടും പാസ്റ്റ് ആക്ഷൻ ആണ്. ദ ഗ്രൗണ്ട് വാസ് വെറ്റ് ബിക്കോസ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഓൾ ഡേ. മഴ പെയ്യുക എന്നുള്ള ആക്ഷനാണ് ആദ്യം നടക്കുന്നത്. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു. മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനാരിയോ ആണ് ഒരു പാസ്റ്റ് പോയിന്റ് വരെയുള്ള നമ്മളുടെ എക്സ്പീരിയൻസുകളെ കുറിച്ച് പറയുന്നതിന്. ഐ ഹാഡ് നെവർ ടേസ്റ്റഡ് സുഷി അണ്ടിൽ ലാസ്റ്റ് ഇയേഴ്സ് കമ്പനി ഡിന്നർ. കമ്പനി ഡിന്നറിന് വരെ ഞാൻ സുഷി ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെയെല്ലാം ഓർഡർ ഒരുപോലെ തന്നെയാണ്. ആദ്യം നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റിലും. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരു സിനാരിയോ ആണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ. ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റിലോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോ ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ആവുന്നു. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ആദ്യം പറയുന്ന ആള് ഹാവോ അല്ലെങ്കിൽ ഹാഡോ ഉപയോഗിച്ച് പറയുന്ന സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഹാഡ് തന്നെ ആയിട്ട് ചേഞ്ച് ആവുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ പ്രൊജക്ട്. ഇപ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ പ്രൊജക്ട് എന്നാണ് ഒറിജിനൽ സെന്റൻസ് എങ്കിൽ ഹി സെഡ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് പ്രൊജക്ട്. അവിടെ ഹി സെഡ് എന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. ഹി സെഡ് ദാറ്റ് അങ്ങനെയും പറയാം. ഹി സെഡ് ദാറ്റ് എന്നുള്ളത് ഓപ്ഷണൽ ആണ്. സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതെയും പറയാം. ഷീ ടോൾഡ് മീ ഷീ ഹാഡ് ഓൾറെഡി ബുക്ക്ഡ് ദ ടിക്കറ്റ്സ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന കാര്യം. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു. അതുപോലെ ബൈ ദ ടൈം എന്നുള്ള ഒരു ഫ്രേസ് വെച്ചുകൊണ്ട് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ബൈ ദ ടൈം ഐ അറൈവ്ഡ് ദേ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. ഞാൻ എത്തിയപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നടക്കുന്ന കാര്യം, കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരവിടെ ഇല്ല. ബൈ 2010 ഹി ഹാഡ് റിട്ടൺ 3 ബുക്സ്. അപ്പോൾ പാസ്റ്റ് ആക്ഷനുകളിലെ ആദ്യം ഏത് ആക്ഷൻ നടന്നു എന്ന് പറയുന്നതിനും പാസ്റ്റിലെ ഒരു ടൈമിന് മുന്നേ നടന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയുന്നതിനും
ഉപയോഗിക്കുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒരു ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു ടൈം ആയിരിക്കാം.